ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇന്ന് ഞങ്ങൾ ബിയങ്കായലും പിന്നെ അതേപോലെ കർമ്മ റോഡും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു ചെറിയ വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കൂടുതലും നൈറ്റാണ് പോവാറ് അടുത്തുള്ള പ്ലേസസ് ഒക്കെ പോകുമ്പോൾ. പിന്നെ പ്രിയങ്കായലായാലും പിന്നെ കർമ്മ റോഡൊക്കെ ആയാലും നൈറ്റ് കാണാനാണല്ലോ ഭംഗി. പിന്നെ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ഡെയിലി വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കും ഇഷ്ടമാണ് നൈറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ പുറത്ത് പോകാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് പതിവ്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നോമ്പിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഫ്രൂട്ട്സും സാലഡ്സും ജ്യൂസസും ഒക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി അങ്ങനെ പുറത്ത് നിന്ന് തന്നെ കഴിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കുമ്പോൾ ഈ ഒരു വൈബ് കിട്ടില്ലല്ലോ. വണ്ടിയിലും പിന്നെ അതുപോലെ പുറത്ത് സ്ട്രീറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാതും കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. എൻ്റെ സിംഗിളായിട്ടുള്ള വീഡിയോ എടുത്തു, പിന്നെ ഉമ്മച്ചിയുടെയും ഉപ്പച്ചിയുടെയും കപ്പിളായിട്ടുള്ള വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു, ഫാമിലി ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് അവിടെ ആ ഒരു ഈവനിങ് നന്നായി സ്പെൻഡ് ചെയ്തു, എൻജോയ് ചെയ്തു. ഞാൻ പിന്നെ അന്ന് വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് വരുമ്പോൾ അവിടെ ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ലൈറ്റിംഗ് വന്നതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് പോണത്. കർമ്മ റോഡാണ് ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. എപ്പോൾ പോവുകയാണെങ്കിലും അവിടെ കയറിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും, വേറെ എവിടെയും പോകാറുള്ളൂ. ഇപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ് ബിയങ്കായലിൻ്റെ അവിടെ ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നൈറ്റ് പോകുമ്പോൾ നമുക്കൊരു വൈബ് കൂടെയാണല്ലോ. പ്രത്യേകിച്ചിട്ട് നമ്മൾ എപ്പോഴും പോയിരുന്ന സ്ഥലമാണെങ്കിലും പോലും ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ടൊരു വേറെ ഇവിടേക്കോ പോയതുപോലെയൊക്കെ തോന്നിയിട്ട് ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്നെ വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ കുറേ ഡിസ്റ്റർബ് ചെയ്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ തന്നെയല്ലേ ഒരു രസം. അങ്ങനെ അവരെ വീഡിയോ എടുത്തു. പിന്നെ എനിക്ക് കുറേ ആൾക്കാർ ഒന്നിച്ച് കയറിയപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വേണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പാലം ഇട്ട് കുലുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആയിട്ടാണ്. ഇതിപ്പോൾ ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ ഇങ്ങനെ റീൽസ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുത്തതാണ്. നിങ്ങളെങ്ങനെയാണ്? നിങ്ങളുടെ പാരൻസ് ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ വരാറുണ്ടോ? എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് അവരുടെ പാരൻസൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വരാറില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും എല്ലാവരും ഇതേപോലെ ഓരോ ടൈമും നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടേ. നമ്മളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സൊക്കെ എപ്പോഴും ഇല്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് മാക്സിമം ക്യാപ്ചർ ചെയ്യുക. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇഷ്ടം. എനിക്ക് ഇപ്പോൾ തൊട്ട് ഒരു 2-3 വർഷമായി എല്ലാ മൊമെൻറ്റ്സും ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നൊരു ഹാബിറ്റ് ആയിട്ടുണ്ട്. അത് ചിലപ്പോഴൊക്കെ നമുക്ക് ആ നേരത്തെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ നമുക്ക് പിന്നീട് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. അന്ന് അങ്ങനെ ഉണ്ടായല്ലോ. നമുക്ക് മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് ഇന്നത്തെ ഒരു മെമ്മറി ആയിട്ട് അവിടെ ഉണ്ടാവും. അതാണ് മെയിനായിട്ട്. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പോലും
അറ്റ്ലീസ്റ്റ് ആരും കണ്ടില്ലെങ്കിലും നമുക്കെങ്കിലും ഇടയ്ക്ക് നമ്മളെ മെമ്മറീസിലേക്ക് ഇടയ്ക്ക് കയറിപ്പോയി കാണാലോ, ആ ഒരു തോട്ടാണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ വീക്ക്ലി വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനൊക്കെ ആയി. നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറേ പേരൊക്കെ പറഞ്ഞു എൻ്റെ ഡ്രസ്സിങ്ങൊക്കെ നന്നായിട്ടുണ്ട്, എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ എനിക്കങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനൊരു അബദ്ധം പറ്റാറില്ല. എനിക്ക് എൻ്റെ പോലത്തെ ഡ്രസ്സ് വേറെ ആരും ഇടുന്നതൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെ ഡ്രസ്സിൽ തന്നെ വേറൊരാളെ കാണുമ്പോൾ ഒരുമാതിരി എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ഇതിപ്പോൾ എടുത്ത ശേഷം പിന്നെ എല്ലാവരും ഈ സെയിം ഡ്രസ്സ് ഇപ്പം ഞാൻ ഇത് ഇടാറേയില്ല. നിങ്ങൾക്കുണ്ടോ ഈ സെയിം ഡ്രസ്സ്? എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പകുതി പേർക്കും ഉണ്ടാവും. ഞങ്ങൾ പിന്നെ അങ്ങനെ പാലത്തിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, നോമ്പ് തുറന്നിട്ട് അങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസസും മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ചായയും പിന്നെ അതുപോലെ പൊറോട്ട, ബീഫ് കറി അത് കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ വിയങ്കായൽ കഴിഞ്ഞു കർമാട്ടൂർ പോകാനുള്ള ഇതിലായിരുന്നു. അപ്പോഴാണ് ഇപ്പോഴും പറയുമ്പോൾ അവൻ്റെ അടുത്ത് വണ്ടി ഓടിച്ച് പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവനക്കൊരു മോട്ടിവേഷൻ കയറിയിട്ട് അപ്പോൾ വണ്ടി ഓടിച്ച് ഞാൻ ഇറങ്ങി ഷൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ വണ്ടിയിലിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് പേടിയായി. അവൻ വണ്ടി ഓടിക്കുന്ന കാരണം എനിക്കറിയണ്ടായിരുന്നില്ല, അവനറിയില്ലായിരുന്നു. അവൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഉമ്മച്ചിയും വണ്ടിയിലിരുന്ന് ഉപ്പച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഉപ്പച്ചി ഇറങ്ങണ്ട വണ്ടിയിൽ നിന്ന്. അങ്ങനെ അവന് ഡ്രൈവ് ചെയ്ത് നോക്കി, അവന് സെറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, അവരെ കൊണ്ട് പറ്റുന്നത് ഞാൻ കരുതിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് റോഡിൽ അങ്ങനെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഇല്ലാത്ത റോഡ് എത്തിയപ്പോഴാണ് ഉപ്പച്ചി ഇങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പോയി. പിന്നെ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ പിന്നെ വണ്ടിയിൽ പോയി കയറിയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.